വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 5, 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. രക്തസ്രാവക്കാരി. വലിയൊരു ജനക്കൂട്ടം തിങ്ങിനൊരുങ്ങി പിന്തുടർന്നു. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്നവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശുവാകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂട്ടുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്നു വിറച്ച് അവന്റെ കാൽക്കൽ വീണ് സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. മനസ്സു കാണുന്ന യേശു മനസ്സിനിണങ്ങുന്ന വിധത്തിൽ സമ്മാനിക്കുന്നു. സിനഗോഗ് അധികാരിയായിരുന്ന ജായിറൂസിന്റെ ഭവനത്തിലേക്കുള്ള യാത്രാമധ്യയായിരുന്നു യേശു. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരും ഒരു വലിയ ജനാവലിയും ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് ഒരു സ്ത്രീ തന്റെ ദുഃഖം യേശുവിനോട് പറയുന്നതിനു വേണ്ടിയും അതിൽ നിന്നുള്ള മോചനം ആഗ്രഹിച്ചുകൊണ്ടും അവിടേക്ക് കടന്നു വന്നത്. വലിയ ജനക്കൂട്ടം യേശുവിന് ചുറ്റും സഞ്ചരിച്ചിരുന്നത് കൊണ്ട് ആ സ്ത്രീക്ക് യേശുവിന്റെ അടുത്ത് എത്താൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ തന്റെ ആവശ്യത്തിന്റെ തീവ്രത വളരെ ശക്തമായി ഇരുന്നതുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് തന്നെ എന്ന് വേണം വിചാരിക്കാൻ ആ സ്ത്രീ ആൾക്കൂട്ടത്തിന്റെ ഉള്ളിൽ കൂടെ നുഴഞ്ഞു കയറി യേശുവിന്റെ അടുത്ത് എത്താൻ ശ്രമിക്കുന്നു. ആ സ്ത്രീക്ക് യേശുവിന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിക്കാൻ അവസരം ലഭിച്ചു. ആ സ്പർശന മാത്രയിൽ ആ സ്ത്രീയുടെ ആഗ്രഹ സാഫല്യം നടക്കുകയും ചെയ്തു. ആ സ്ത്രീയെ ബാധിച്ചിരുന്ന അസുഖം മാറി. എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നും അതിന്റെ അർത്ഥവും പ്രസക്തിയും പ്രാധാന്യവും എന്താണ് എന്ന് ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങളെയും ശിഷ്യന്മാരെയും ധരിപ്പിക്കുന്നതിന് വേണ്ടി കൂടെയാകണം യേശു വളരെ നയപരമായ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നു. ആരാ എന്നെ സ്പർശിച്ചുവല്ലോ? ആരാ അത് യേശു വളരെ നയത്തോടു കൂടിയാണ് ആ ചോദ്യം ചോദിച്ചതായിട്ട് നാം മനസ്സിലാക്കുക. എന്നാൽ യേശുവിന്റെ മനസ്സ് വായിച്ചറിയാൻ സാധിക്കാതെ ശിഷ്യന്മാരുടെ വക്താവ് എന്ന നിലയിൽ പത്രോസ് അതിനുത്തരമായിട്ട് പറയുകയാണ്, ഇത്രയേറെ ജനങ്ങൾ തിങ്ങിക്കൂടി നടക്കുമ്പോൾ ആരോ എന്നെ ഒരാൾ സ്പർശിച്ചു എന്ന് പറയുന്നത് അർത്ഥശൂന്യമായിട്ടുള്ള ഒരു അന്വേഷണമല്ലേ എന്ന രീതിയിലാണ് പത്രോസ് പ്രതികരിച്ചത്. കാര്യം ഇത്രത്തോളമായപ്പോൾ ആ സ്ത്രീ മുന്നോട്ട് വന്ന് ധൈര്യത്തോടുകൂടെ എല്ലാവരുടെയും സാക്ഷ്യത്തിനായി ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുകയാണ്. ആ വിശ്വാസത്തിന്റെ ആഴങ്ങള് മനസ്സിൽ യഥാർത്ഥത്തിൽ കാത്തുസൂക്ഷിച്ചിരുന്ന ആ സ്ത്രീയുടെ വ്യക്തമായിട്ടുള്ള വിശ്വാസത്തിന്റെ തീവ്രത കണ്ടപ്പോ യേശു അതിനെ സമ്മാനിക്കുകയാണ് ആ സ്ത്രീക്ക്. യേശു ആ സ്ത്രീയോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. വലുതായിട്ട് നീ കാത്തു സൂക്ഷിക്കുന്ന നിന്റെ വിശ്വാസത്തിന് ഞാൻ നിന്നെ സമ്മാനിച്ചിരിക്കുന്നു. നിന്നെ ബാധിച്ചിരിക്കുന്ന വ്യാധിയിൽ നിന്ന് നീ സുഖമായിരിക്കുന്നു.
മകളെ, നീ സമാധാനത്തോടു കൂടി പോകുക. അങ്ങനെ ആ സ്ത്രീയെ പറഞ്ഞയക്കുന്നു. അവിടെ ആ സമയത്തുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുറ്റുമുള്ള ആളുകൾക്കും ശിഷ്യന്മാർക്കും തികഞ്ഞ അവബോധമുണ്ടാക്കത്തക്ക വിധത്തില് യേശു അത് വിവരിക്കാനും ഇടവരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലത്. വ്യക്തികളെ യഥാർത്ഥത്തിൽ അവരുടെ ചിന്താ തരംഗ ദൈർഘ്യം മനസ്സിലാക്കാതെ നാം കമന്റ് അടിക്കുമ്പോഴും, സാഹചര്യങ്ങളുടെ നിജസ്ഥിതി യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ നാം അവയെ വിലയിരുത്തുമ്പോഴും അബദ്ധങ്ങള് പത്രോസിന് പറ്റിയ രീതിയിൽ നമുക്കും പറ്റാം എന്ന് ധരിച്ച് അബദ്ധങ്ങളാണ് എന്ന് തിരിച്ചറിയുമ്പോൾ കഴിയും വേഗത്തിൽ അവ തിരുത്താനുള്ള നല്ല മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് വേണം ധരിക്കാൻ.